ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തുകയാണ് ആ കുറുവാ സംഘം. പോലീസിനൊപ്പം നാട്ടുകാരും കുറുവാ സംഘത്തിനായി രാത്രിയിലും നല്ല തെരച്ചിലാണ്. ഇന്നലെ രാത്രിയിലും തെരച്ചിൽ നടന്നു. ഇവർക്കൊപ്പം 24-ന്റെ സംഘവും തെരച്ചിലിൻ്റെ ഭാഗമായി. സമയം രാത്രി 2 മണി. സമാനതയില്ലാത്ത രീതിയിൽ ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തിരിക്കാൻ ഒരു മോഷണ സംഘം, തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘം. മോഷണത്തിലെ ആളുകളെ ഉപദ്രവിക്കാൻ പോലും മടിക്കാത്ത സംഘം ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനിടയിൽ 10ഓളം മോഷണങ്ങളാണ് ആലപ്പുഴയുടെ വിവിധ മേഖലകളിൽ നടത്തിയിരിക്കുന്നത്. കായംകുളം, മണ്ണഞ്ചേരി, പുന്നപ്ര അടക്കമുള്ള മേഖലകളിലാണ് അവർ പ്രധാനമായി ഇപ്പോൾ മോഷണം നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മോഷണം നടന്നിട്ടുള്ളത് പുന്നപ്രയിലാണ്. അത് പോലീസിനെ ഞെട്ടിക്കുന്ന മോഷണം. അത് ഒരു ദിവസം രാത്രി 2 പവന്റെ മാല നഷ്ടപ്പെട്ടു. പിന്നീട് അടുത്ത ദിവസം രാത്രി 1 കിലോമീറ്റർ പരിധിയിൽ നിന്നും മോഷ്ടാവിനെ കാണുന്നു. ആ കേസ് അന്വേഷിക്കുന്ന പുന്നപ്ര പോലീസ് സ്റ്റേഷനാണിത്. ഇപ്പോഴും നൈറ്റ് പെട്രോളിംഗിൽ പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബൈക്കിലും ജീപ്പിലുമായിട്ട് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോഴും രാത്രി ഈ 3 മണി കഴിഞ്ഞിട്ടും പെട്രോളിംഗ് സജീവമായിട്ടുള്ളത്. അതെ, കുറുവയെ പിടിക്കാൻ കടുവകയാകുകയാണ് കേരള പോലീസ്. കേരള പോലീസ് മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ നാട്ടുകാരും സംഘങ്ങളായി തിരിഞ്ഞ കുറുവക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിൽ എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താവുന്ന സംഘത്തെ തേടി നാട്ടുകാരും പോലീസും ഒരുപോലെ ഇറങ്ങിയിരിക്കുന്നു. ഈ രാത്രിയിൽ ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തുന്ന കുറുവാ സംഘത്തിനായി ഉണർന്നിരിക്കാൻ 24 സംഘവുമുണ്ട്. കുറുവാ സംഘത്തെ തേടിയുള്ള യാത്രയിൽ 24ഉം ഈ രാത്രി പോലീസിനോടൊപ്പവും നാട്ടുകാരോടൊപ്പവും അനുഗമിക്കുകയാണ്. ആ യാത്ര ഈ പുന്നപ്ര സ്റ്റേഷനിൽ നിന്ന് 24 സംഘം തുടങ്ങുന്നു. ഏറ്റവും അവസാനം ഈ മോഷ്ടാവിന്റെ സാന്നിധ്യം കണ്ട സ്ഥലം ഇവിടെയാണ്. ഈ ഒരു ഭക്ഷണം മേടിക്കാൻ പോയ യുവാവാണ് ഇയാളെ കാണുന്നത്. ഇയാളുടെ വേഷമാണ് സാധാരണ ഒരു മനുഷ്യന്റെ വേഷമല്ല. അതായത് കണ്ടാൽ തന്നെ കള്ളലക്ഷണം എന്ന് പറയുന്ന ആ വേഷമാണോ ധരിച്ചുകൊണ്ടിരുന്നത്? കള്ളലക്ഷണം എന്ന് പറയുമ്പോൾ ഭയപ്പെടും. അതായത് ദേഹമാസകലം എണ്ണയോ ഓയിലോ അങ്ങനെ എന്തോ പുരട്ടി അർദ്ധനഗ്നനാണ്. മുഖം തുണി കൊണ്ട് മൂടിയ നിലയിലാണ്. പക്ഷെ കാണുമ്പോൾ തന്നെ സംശയം തോന്നും. ഈ യുവാവ് ചോദിച്ച് എന്താണ് ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. മിണ്ടുന്നില്ല. പക്ഷേ ആ സമയത്ത് യുവാവിനെ ആക്രമിക്കാൻ വേണ്ടി ഈ പോക്കറ്റിന്റെ ഈ ഭാഗത്ത് നിന്ന് എന്തോ എടുക്കുന്നു. അങ്ങനെ യുവാവുമായി ഒരു മൽപ്പിടുത്തം ഉണ്ടായി. അങ്ങനെ ഈ മതിൽ ചാടിക്കടന്നു. ഈ കാണുന്ന ഈ മതിൽ, അതായത് ഈ മതിലിനോട് ചേർന്നാണ് ഇയാൾ നിന്നത്. ഈ മതിൽ യുവാവ് ചോദ്യം ചോദിക്കുന്നു, കയ്യാങ്കളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, ടപ്പേ ഒറ്റച്ചാട്ടം മതിലിനപ്പുറത്തേക്ക്. അതാണ് സംഭവിച്ചത്. ഏകദേശം 8 അടി പൊക്കത്തിലുള്ള മതിലാണ്. ഈ മതിലാണ് ഒറ്റയടിക്ക് കുറുവാ സംഘത്തിലെ ഒരാൾ ഇന്നലെ എടുത്തു ചാടിയത്. ഇത് മുഴുവനായി 4 സൈഡും മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു മതിലാണ്. ഈ മതിൽ ചാടി കടന്നു കഴിഞ്ഞാൽ ഇവിടെ വിജനമായ പറമ്പാണ്, കാട് പിടിച്ച് കിടക്കാണ്. ഒരാൾപ്പൊക്കത്തിലാണ് കാട് പിടിച്ച് കിടക്കുന്നത്. ഇരുടായതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി ആളുകൾ കാണാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇവിടെ ഒരാൾ കിടന്നാൽ പോലും ആളെ പിന്നെ കണ്ടെത്താനാകില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറുവാ സംഘം മോഷ്ടിക്കാൻ വരുന്ന വഴിക്ക് എവിടെയൊക്കെ പെട്ടെന്ന് ആളുകൾ കൂടിയാൽ ഓടി രക്ഷപ്പെടാൻ പറ്റും എന്നുകൂടി അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കണം ഇന്നലെ ഒരു കുറുവാ സംഘത്തിലെ അംഗം ഇവിടെ നിന്നത്. കാരണം ആരെങ്കിലും കണ്ടാലും ഓടിച്ചാടി ഈ കാട്ടിലേക്ക് പോയി അതുവഴി അങ്ങേയറ്റത്തേക്ക് പോയി രക്ഷപ്പെടാനാകുമെന്ന എസ്കേപ്പ് സ്പോട്ടുകൾ അവർ നേരത്തെ കണ്ടുവച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. അതായത് തന്ത്രപ്രധാനമായ മോഷണം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിൽ സന്ദേഹങ്ങളില്ല, സംശയങ്ങളില്ല. പക്ഷെ നമ്മൾ പുന്നപ്ര സ്റ്റേഷനിൽ വരുമ്പോൾ പോലീസ് ഇങ്ങനെ സൈറനിട്ട് നെട്ടോട്ടോട് നമ്മൾ കണ്ടു. അതേപോലെ നാട്ടുകാർ അവർക്കാവുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരിശോധിക്കും. ഈ സമയം 2 മണി 3 മണിയോട് അടുക്കുന്നു. അവരിപ്പോഴും ഇങ്ങനെ ഈ കുറുവയെ തേടി ഇങ്ങനെ ഇറങ്ങണം. എന്താണ് സംഭവം? സുഹേൽ പറഞ്ഞത് ഈ 3-3:30 മണി സമയമായി. പക്ഷേ ഇപ്പോഴും ഈ നാട്ടുകാർ ഉറങ്ങിക്കാണും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടുകളിൽ മോഷണ ശ്രമം നടക്കുന്നു. ഇവരുടെ വീടുകളുടെ ഉള്ളിലേക്ക് ജനൽ വഴി ഈ ടോർച്ചടിക്കുന്നു, മതിൽ ചാടുന്ന ശബ്ദം കേൾക്കുന്നു, ഗ്ലൗസ് ലഭിക്കുന്നു. അങ്ങനെ വലിയ ആശങ്ക. അങ്ങനെ നാട്ടുകാരും പോലീസും ചേർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് രാത്രികാലങ്ങളിൽ ഒരു സ്ക്വാഡ് പോലെ യുവാക്കൾ ഇങ്ങനെ മുഴുവൻ സമയം ആ പരിസരം മൊത്തം തിരയുകയും പരിശോധന നടത്തുകയൊക്കെ ചെയ്യുകയാണ്. സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ ദിവസവും മാറി മാറി ഇത്ര പേര് അങ്ങനെയാണോ? അതെ, അതായത് പിന്നെ ഇന്നൊരു 10 പേരെ
പേരാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു 10 പേര്, അങ്ങനെ മാറി മാറി ഒരു സ്ക്വാഡ് വന്നിട്ട് അവർ രാത്രികാലങ്ങളിൽ. പക്ഷേ അപ്പോഴും അങ്ങനെ സ്ക്വാഡുള്ള സമയത്തും കഴിഞ്ഞ ദിവസം ഒരു മോഷ്ടാവിനെ കണ്ടതാണ് ഇവരെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം. പോലീസ് തന്നെയാണ് പറയുന്നത്, നാട്ടുകാർ കൂടി ഇടപെടണം. അങ്ങനെ പോലീസിന് കൃത്യമായി പേര് നൽകിയിട്ടുണ്ട്. ഇത്ര പേര് ഇന്ന് ഇറങ്ങുന്നത് ഇത്ര പേരായിരിക്കും, അവരുടെ പേരടക്കം കൊടുത്തിട്ടുണ്ട്. പോലീസും കൂടി ഇവരുടെ ഒപ്പം ചേർന്ന് രാവിലെ ആകുമ്പോൾ എന്തൊക്കെ കണ്ടു, എവിടെയൊക്കെ സംശയാസ്പദമായ സ്ഥലങ്ങളിൽ എന്തൊക്കെ അനുഭവിച്ചു, ഒപ്പം തന്നെ അടഞ്ഞിടക്കുന്ന വീടുകൾക്കുള്ളിൽ പരിശോധന, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നടത്തുന്നത്. ആളൊഴിഞ്ഞ വീടുകൾ, പിന്നെ പണി നടക്കുന്ന വീടുകൾ, അവിടെ എല്ലാം ആളൊഴിഞ്ഞ വീടുകൾ. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെയും CPM-ൻ്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ഒരു നൈറ്റ് സ്ക്വാഡ് എന്ന നിലയിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ആളൊഴിഞ്ഞ വീടുകൾ, പറമ്പുകളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഈ ആളൊഴിഞ്ഞ വീടുകൾ, ഈ പണി നടക്കുന്ന വീടുകൾ, അവിടെ എല്ലാം ഇവർ ഒളിച്ചിരിക്കും. അതിനുശേഷം ഇവരൊരു 12 മണി കഴിഞ്ഞ് പുറത്തിറങ്ങി ഇങ്ങനെ എല്ലാ വീടുകളും കയറും എന്നുള്ളതാണ് പോലീസ് തന്നേക്കുന്ന നിർദ്ദേശം. നേരമിരുട്ടുമ്പോഴും പോലീസ് സർവ്വസന്നാഹങ്ങളുമായി അവർക്കാകും വിധമെല്ലാം തെരച്ചിൽ തുടരുകയാണ്. നമ്മൾ ഏകദേശം സമയം 3 മണിയായി. ആ 3 മണി സമയത്താണ് നമുക്ക് പുന്നപ്ര SHOയെ നമുക്ക് വഴിയിൽ വെച്ചാണ് കിട്ടിയത്. അതായത് SHO റൗണ്ട്സിലായിരുന്നു, പട്രോളിംഗിലായിരുന്നു. ഒരു വലിയ സംഘം തന്നെ കുറുവയെ തേടി ഇറങ്ങിയിട്ടുണ്ട്. സാർ, ഇപ്പം 3 മണിക്കാണ് നമ്മൾ കാണുന്നത്. രാത്രി വൈകിയും ഇങ്ങനെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുവരികയാണ്. എന്തൊക്കെ ഒരു പോലീസിന്റെ ഭാഗത്ത് ഏത് രീതിയിലൊരു തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തെരച്ചിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട SP സാറിന്റെ നിർദ്ദേശപ്രകാരം പല ടീമുകളായിട്ട്, പെട്രോളിംഗ് ടീമുകളായിട്ട് തിരിഞ്ഞ് സ്റ്റേഷനിലെ പോലീസുകാരെ പല ബൈക്കിലായിട്ടും അതുപോലെ തന്നെ മഫ്റ്റിയിലുമൊക്കെ ആയിട്ട് നാട്ടുകാരുടെയും കൂടെ സഹായത്തോടെ പെട്രോളിംഗ്, അവരുടെ റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്, അവരുടെയും കൂടെ സഹായത്തോടു കൂടി പല ടീമുകളായിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ജനങ്ങളുടെ ഭീതിയോടൊപ്പം നിൽക്കുകയാണ്. അപ്പം കാര്യമായിട്ട് തെരയുന്നുണ്ട്, പോലീസിനാകും വിധമൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഉടൻ തന്നെ കുറുവയെ നമുക്ക് പൂട്ടാനാകും എന്ന് പ്രതീക്ഷിക്കാം. അതാണ് ഈ പറഞ്ഞതുപോലെ SHOയുടെ നേതൃത്വത്തിൽ തന്നെ നമുക്കറിയുന്ന പോലെ രാത്രി 3 മണി കഴിയുന്നു. ഈ സമയത്തും വൈകിയും SHOയുടെ അടക്കം നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇങ്ങനെ തെരയുകയാണ്. ആ തെരച്ചിലിനോടൊപ്പം തന്നെയായിരുന്നു 24 സംഘവും ഉണ്ടായിരുന്നത്. നമ്മൾ പോലീസിനോടൊപ്പം തെരച്ചിലിനിറങ്ങി, നാട്ടുകാരോടൊപ്പം തെരച്ചിലിനിറങ്ങി. അങ്ങനെ കുറുവയെ തേടിയുള്ള നമ്മുടെ തെരച്ചിൽ രാത്രി വൈകിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങിയാൽ രാവിലുണ്ടാൽ പിന്നെ ഈ കുറുവക്കാട് ഊഴമാണല്ലേ. സുഹേൽ, ഈ ഇരുട്ടിന്റെ മറവിൽ എവിടെയോ മോഷ്ടാക്കൾ ഇപ്പോഴും പതിയിരിപ്പുണ്ട്. ഇതിനോടകം ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ മോഷ്ടാവ് കയറിയിട്ടുണ്ടാകാം. നമ്മൾ ഈ പുന്നപ്രയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാട്ടുകാരോടൊപ്പം പോലീസിനോടൊപ്പം കുറുവക്കായി തുടങ്ങിയ തെരച്ചിൽ ഏകദേശം 3:30-4 മണിയാകുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കുറുവയുടെ സാന്നിധ്യമോ നമ്മുടെ കൺമുന്നിൽ കുറുവ എവിടെയെങ്കിലും പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കുറുവ എവിടെയോ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട്. കുറുവാ സംഘം ഈ ചുറ്റിലും എവിടെയോ ഉണ്ട്. ഈ ഭീതിയിൽ ആലപ്പുഴ ജനങ്ങൾക്ക് അധികം മുന്നോട്ടേക്ക് ജീവിക്കാനാകില്ല. അവർക്ക് വേണ്ടത് കുറുവാ സംഘത്തെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. കേരള പോലീസിലെ കടുവകൾ കുറുവകളെ ഉടൻ പൂട്ടുവെന്ന പ്രതീക്ഷയിൽ ഷിബിൻ ബഷീറിനും സുമിത്രനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.